റിപ്പബ്ലിക് ദിന പരേഡിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തവണ ധരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക കണ്ണടയാണ്. കുഴപ്പക്കാരെ തിരിച്ചറിയുന്ന ഈ കണ്ണട ഫേഷ്യൽ റെക്കഗ്നിഷൻ അഥവാ FRS വഴി പ്രവർത്തിക്കുന്ന കണ്ണടയാണ്. കുറ്റമറ്റ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ കണ്ണട ധരിക്കുന്നതിലൂടെ സാധിക്കും. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി തലസ്ഥാന നഗരമായ ദില്ലിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രമീകരണങ്ങളുടെ ഭാഗമായി റിപ്പബ്ലിക് ദിന പരേഡിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഒരുക്കുന്ന സൈനികർക്കും വളരെയേറെ പ്രത്യേകതയുള്ള കണ്ണടകളാണ് നൽകുന്നത്. ആയിരക്കണക്കിന് ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ അർദ്ധസൈനിക വിഭാഗങ്ങൾ, കമാൻഡോകൾ, സ്നൈപ്പർമാർ തുടങ്ങിയവരെയും പരിപാടിയിൽ വിന്യസിക്കുന്നുണ്ട്. അവർക്കും ഇതേ ഗ്ലാസുകൾ നൽകും. AI ഫീച്ചറുകളാണ് ഈ ഗ്ലാസിന്റെ പ്രത്യേകത. ഈ ഗ്ലാസുകളിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 65,000 കുറ്റവാളികളുടെ ഡാറ്റ ഈ ഗ്ലാസുകളിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പ് വഴി പോലീസ് ഈ ഗ്ലാസുകൾ അവരുടെ മൊബൈൽ ഫോണുകളുമായി ബന്ധിപ്പിക്കും. ഏതെങ്കിലും കുറ്റവാളി പോലീസുകാരന്റെ ഈ കണ്ണടയ്ക്ക് മുന്നിൽ വന്നാൽ ഈ ക്യാമറ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം വഴി ആ കുറ്റവാളിയെ തിരിച്ചറിയും. കുറ്റവാളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസുകൾ ഇത് ധരിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വാർണിംഗ് നൽകും. അതുവഴി അവരെ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടാൻ സാധിക്കും. കൂടാതെ കുറ്റവാളി വേഷം മാറി നടക്കുകയാണെങ്കിൽ ഈ ഗ്ലാസുകൾ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കുറ്റവാളിയുടെ യഥാർത്ഥ മുഖം കണ്ടെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കൂടാതെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആളുകളുടെ തെർമൽ സ്ക്രീനിംഗ് നടത്താനും പോലീസിന് ഈ ഗ്ലാസുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകുന്ന ആരെങ്കിലും ഈ ഗ്ലാസുകൾ ധരിച്ച പോലീസുകാരന്റെ കണ്ണിൽപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടും. ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ സുരക്ഷയ്ക്ക് 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. ഈ വർഷത്തെ പരിപാടി ഇന്ത്യയുടെ ദേശീയഗാനമായ വന്ദേ മാതരം 150 വർഷത്തെ പാരമ്പര്യം എടുത്തു കാണിക്കുകയും രാജ്യത്തിന്റെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും പ്രദർശിപ്പിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് രാവിലെ 10:30 കർത്തവ്യ പഥിൽ പരേഡ് ആരംഭിക്കും. ഇത് ഏകദേശം 90 മിനിറ്റ് നീണ്ടു നിൽക്കും. സാംസ്കാരിക സംഗീത പരിപാടികൾ 2026 ജനുവരി 19-നും 26-നും ഇടയിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കും. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനുമാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥികൾ. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വളരുന്ന ആഗോള പങ്കാളിത്തവും നയതന്ത്ര ബന്ധങ്ങളും ശക്തമാക്കുന്നതാണ് ഈ ബന്ധം. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന തീം വന്ദേ മാതരം 150 വർഷം എന്നതാണ്. 1923 ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വന്ദേ മാതരം ഗാനത്തിന്റെ വരികളെ ചിത്രീകരിക്കുന്ന അപൂർവ ചിത്രങ്ങൾ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കും. വന്ദേ മാതരം ഗാനത്തിലെ വരികളെ ചിത്രീകരിക്കുന്ന പെയിന്റിങ്ങുകൾ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കും. പുഷ്പാലങ്കാരങ്ങൾ, ക്ഷണക്കത്തുകൾ, വീഡിയോകൾ, ടാബ്ലോകൾ എന്നിവയിലെല്ലാം ഈ പ്രമേയം പ്രതിഫലിക്കും. ജനുവരി 19 മുതൽ 26 വരെ രാജ്യത്തുടനീളം വന്ദേ മാതരം എന്ന വിഷയത്തിൽ പാൻ ഇന്ത്യ ബാൻഡ് പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. ഇത് ആസാദി കാ അമൃത് മഹോത്സവിന്റെയും ആത്മനിർഭർ ഭാരതിന്റെയും സ്പിരിറ്റ് ഉയർത്തും. ഇന്ത്യൻ സൈന്യം ആദ്യമായി പരേഡിൽ ഒരു ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിക്കും. സൈനിക പ്രദർശനത്തിൽ സൈനികരുടെ പരേഡ്, ആധുനിക ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ടാങ്കുകൾ, മിസൈൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ളവ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രത്യേക വെറ്ററൻസ് ടാബ്ലോയും അംഗങ്ങളുടെ സംഭാവനകൾ വ്യക്തമാക്കുകയും ചെയ്യും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ അണിനിരക്കുന്ന ഫ്ലൈ പാസ്റ്റിൽ 29 വിമാനങ്ങൾ ഉണ്ടാകും. റഫാൽ, Su-30 MKI MiG 29 വിമാനങ്ങളും അപ്പാച്ചെ LCH പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും ഇതിൽ ഉൾപ്പെടുന്നു. സൻസ്കാർ, പോണി, ബാക്ടിയൻ, കാമൽ, ആർമി ഡോഗ് സ്ക്വാഡ് എന്നിവയും പരേഡിൽ അണിനിരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.